കേരളത്തിൽ സജീവ രാഷ്ട്രീയ വിഷയമായതാണ് മുനമ്പം വിഷയം. വലിയ ചർച്ചകൾ അന്ന് നടന്നിരുന്നു. ജനങ്ങൾ സമരമുഖത്തായിരുന്നു. വഖഫ് ഭൂമിയിൽ നിന്ന് ഒഴിവാക്കപ്പെടും എന്ന് വിചാരിക്കുന്ന കുടുംബങ്ങളാണ് സമരരംഗത്ത് ഇറങ്ങിയത്. വലിയ ചർച്ചയായ ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സംഭവസ്ഥലം സമരഭൂമി സന്ദർശിക്കുകയും സമരപ്പന്തലിൽ വെച്ച് ഒരു കാര്യം പറയുകയും ചെയ്തിരുന്നു. അത് മറ്റൊന്നുമല്ല, എന്തിനാണ് ഈ വിഷയം നീട്ടിക്കൊണ്ടുപോകുന്നത്? സർക്കാരിൻ്റെ പരാജയമാണത്. 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ കഴിയും. ഇതായിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശന്റെ വാക്കുകൾ. കേൾക്കാം നമുക്ക് ആ വാക്കുകൾ. ഞാൻ തന്നെ ഒരു കമ്മീഷൻ വേണ്ട, 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാന്ന് പറഞ്ഞു. കുറെ പേര് സോഷ്യൽ മീഡിയയിൽ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക. 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാം. ഞാൻ നിങ്ങളെ സാക്ഷിയാക്കി ഈ ദേവാലയ മുറ്റത്ത് നിന്ന് ഞാൻ പറയുന്നു, 10 മിനിറ്റ് കൊണ്ട് ഈ വിഷയം പരിഹരിക്കാൻ പറ്റും. എങ്ങനെ നിങ്ങൾ ചോദിക്കും? നിയമപരമായി ഞങ്ങൾ ഇപ്പോഴും ഒരേ നിലപാടാണ്. 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമാണ്. ഗവൺമെന്റ് അത് വലിച്ചു നീട്ടിക്കൊണ്ടു പോകുന്നത് നല്ലതല്ല. ഞങ്ങൾ മുഖ്യമന്ത്രിയോട് വീണ്ടും അഭ്യർത്ഥിക്കുന്നു. കമ്മീഷനെല്ലാം നിയമിച്ചിട്ടുണ്ട്. ആ കമ്മീഷന്റെ സമയപരിധി ചുരുക്കി എത്രയും പെട്ടെന്ന് അവരുടെ കയ്യിൽ നിന്നൊരു റിപ്പോർട്ട് വാങ്ങിച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ഗവൺമെന്റ് വിചാരിച്ചാൽ കഴിയും. 2 സ്ഥലത്തും പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ഞങ്ങളുടെ നിലപാടെന്താ? മുനമ്പം വിഷയത്തിൽ ഞങ്ങൾ വ്യക്തമാക്കി. കോൺഗ്രസിന്റെ നിലപാട് അത് വഖഫ് ഭൂമിയല്ല, ദാനം കൊടുത്ത ഭൂമിയാ. അതിന്റെ പണം അവർ തിരിച്ചു മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വഖഫ് ബോർഡ് കൂടി ഇടപെട്ട്, സംസ്ഥാന ഗവൺമെന്റ് ഇടപെട്ട് അവർക്ക് പെർമനന്റ് ടൈറ്റിൽ കൊടുക്കണം. സംസ്ഥാന ഗവൺമെന്റിന് കഴിയും. അത് ചെയ്യാതിരിക്കാൻ ഇന്നിതാ ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ രംഗത്ത് വന്നിരിക്കുന്നു. വഖഫ് ഭൂമിയാണ് എന്നാണ് വഖഫിന്റെ വാദം. അവിടെ താമസിക്കുന്ന ബഹുഭൂരിപക്ഷവും ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെടുന്നവരാണ്. അതുകൊണ്ട് ക്രൈസ്തവ സഭ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരികയും ഒക്കെ ചെയ്തിരുന്നു. അതോടുകൂടിയാണ് കേരളത്തിൽ വലിയ ചർച്ചയായി മാറിയത്. ഒരു ഭാഗത്ത് വഖഫും മറുഭാഗത്ത് ക്രൈസ്തവ സഭയും എന്ന രീതിയിൽ ചർച്ചകൾ ആരംഭിച്ചിരുന്നു കേരളത്തിൽ. അപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞത് 10 മിനിറ്റേ വേണ്ടൂ പ്രശ്നം പരിഹരിക്കാൻ. സർക്കാർ വിഷയം നീട്ടി കൊണ്ടുപോവുകയാണ്, നീട്ടിക്കൊണ്ടുപോയി വഷളാക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെയായിരുന്നു അന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ വാക്കുകൾ. പ്രതിപക്ഷ നേതാവ് മാത്രമല്ല, UDF നേതാക്കളെല്ലാം ഇക്കാര്യം ആവർത്തിച്ചു പറയുകയും വലിയ രാഷ്ട്രീയ കോലാഹലം കേരളത്തിൽ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ ഒരു ക്രൈസ്തവ പുരോഹിതൻ രംഗത്ത് വന്ന് പറയുന്നു, മന്ത്രിസഭ രൂപീകരിച്ച് UDFന്റെ മന്ത്രിസഭ രൂപീകരിച്ച് 10 മിനിറ്റിനകം പ്രശ്നം പരിഹരിച്ച് തരണം എന്ന്. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശൻ ചിലപ്പോൾ മുഖ്യമന്ത്രിയാകാം, അല്ലെങ്കിൽ മന്ത്രിയാകാം. അദ്ദേഹം ഇടപെട്ട് 10 മിനിറ്റ് കൊണ്ട് വഖഫ് ഭൂമി പ്രശ്നം, മുനമ്പം വിഷയം പരിഹരിച്ച് തരണം എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. UDF അത്യുജ്വലമായ വിജയം നേടിയിരിക്കുകയാണ്. UDFന്റെ ഈ തിളങ്ങുന്ന വിജയം മുനമ്പംകാരിൽ വലിയ ആഹ്ലാദമാണ് ഉളവാക്കിയിരിക്കുന്നത്. കാരണം മുനമ്പം ഭൂമി വഖഫ് അല്ല എന്ന് അസന്നിഗ്ധമായി പലവരും പ്രഖ്യാപിച്ച പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു വിജയം UDF കൈക്കലാക്കിയിരിക്കുന്നത്. 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ട്, സർക്കാർ മനസ്സ് വെച്ചാൽ എന്ന് കൃത്യമായി പറഞ്ഞത് ശ്രീ വി.ഡി. സതീശൻ. അതിനുള്ള കാര്യകാരണ സഹിതമാണ് അദ്ദേഹം അത് മുഖ്യധാര മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. കൊച്ചി നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ എറണാകുളം DCC പ്രസിഡൻ്റായിരിക്കുന്ന, കൊച്ചിയിലെ സ്ഥാനാർത്ഥിയുമായിരിക്കുന്ന ശ്രീ മുഹമ്മദ് ഷിയാസ് വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചു, മുനമ്പം വഖഫ് ഭൂമിയല്ല എന്ന് പറഞ്ഞത് UDF മാത്രമാണ്. ഇതാ സുവർണ അവസരം വന്നിരിക്കുകയാണ്. ആദ്യത്തെ നിങ്ങളുടെ UDF സർക്കാരിൻ്റെ ആദ്യത്തെ 10 മിനിറ്റുകൾ മുനമ്പത്തിനു വേണ്ടി മാറ്റിവയ്ക്കുക. റവന്യൂ വകുപ്പ് ചെയ്ത വലിയൊരു അപരാധം, വഖഫ് ബോർഡിൻ്റെ അടിസ്ഥാനമില്ലാത്ത അവകാശവാദങ്ങളെ ഏറ്റെടുത്ത് 610 കുടുംബങ്ങളെ കഴിഞ്ഞ 5 വർഷങ്ങളായി റവന്യൂ തടങ്കിലാക്കിയിരിക്കുന്ന വലിയ അബദ്ധം. അത് ഉടൻ തന്നെ UDF സർക്കാർ പിൻവലിക്കുക. 10 മിനിറ്റ്, ദയവ് ചെയ്ത് 10 മിനിറ്റ് ഇമ്മീഡിയറ്റായിട്ട് ഉപയോഗിക്കണം എന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ വി.ഡി. സതീശൻ്റെ വിവിധങ്ങളായ പ്രസ്താവനകൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാവുന്നതാണ്. ഇങ്ങനെ നിരവധി സംഭവങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ. പ്രതിപക്ഷ നേതാവും UDF നേതാക്കളും പല സ്ഥലത്തും പോയി പലതും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. വാവിട്ട വാക്ക് എന്നൊക്കെ പറയാറില്ലേ, അത് തിരിച്ചെടുക്കാൻ കഴിയില്ല.
അതുതന്നെയാണ് ഇനി വരും ദിവസങ്ങളിൽ UDF നേതാക്കൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. സമരമുഖങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ, പൊതുയോഗങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം തിരിച്ചടിക്കാൻ പോവുകയാണ്. അതിൻ്റെ ആദ്യത്തെ സാമ്പിൾ വെടിക്കെട്ടാണ് ക്രൈസ്തവ പുരോഹിതൻ്റെ വാക്കുകൾ.